ജിൻഡോ ടോപ്പ് 5 വരണം, പക്ഷെ അയാൾ ഒരിക്കലും കപ്പടിക്കാൻ പാടില്ല, കാരണം അയാൾ വിയേർഡാണ് എന്ന് ജാസ്മിൻ. അതേ ജാസ്മിനെ അയാൾ ഭയങ്കര വിയേർഡാണെന്ന് സായി. ഒരു ഗ്രൂപ്പ് പ്ലേ നടക്കുമ്പോൾ പോലും പുള്ളിക്ക് ഒരു ടീം സ്പിരിറ്റ് ഇല്ല, ആരോടും ഒരു സ്നേഹമില്ല. അൻസിബയോട് സ്നേഹമുണ്ടെന്ന് കാണിച്ചു, പക്ഷെ ഒരു സ്നേഹവും ഇല്ല എന്ന് ജാസ്മിൻ. ഉടനെ സായി, പേടിയുമില്ല സ്നേഹവും ഇല്ല അയാൾക്ക് ആരെയും, ലാലേട്ടനെ മാത്രമാണ് പേടി എന്ന രീതിയിൽ പറയുന്നു. അല്ല ജാസ്മിൻ എന്താണ് ഈ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്? ആരെങ്കിലും ജാസ്മിൻ ഈ സീസണിന്റെ വിജയകിരീടം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണോ ജിൻഡോ കപ്പടിക്കില്ല എന്നിങ്ങനെ തറപ്പിച്ച് പറയുന്നത്? പിന്നെ ജിൻഡോ എന്ത് വിയേർഡ്നെസ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്? എന്റെ കണ്ണില് ജിൻഡോ ഒരു വിയേർഡ്നെസ്സും അവിടെ കാണിച്ചിട്ടില്ല. ജാസ്മിൻ കാണിച്ച അത്രയും വിയേർഡ്നെസ് ഒന്നും അവിടെ ആരും കാണിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആരും കാണിക്കാത്ത രീതിയിലുള്ള വിയേർഡ്നെസ് ആണ് ജാസ്മിൻ അവിടെ കാണിച്ചിട്ടുള്ളത് മൊത്തം. പിന്നെ ജാസ്മിൻ എന്തുവാണ് പ്രശ്നം? അയാളുടെ നിറമാണോ? അല്ല, നിറമാണ് പ്രശ്നമെന്ന് ജാസ്മിൻ തന്നെ അവിടെ ഓപ്പൺ ആയിട്ട് പറയാതെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്, ജാസ്മിന്റെ അത്രയും തൊലിവെളുപ്പില്ലാത്തവര് വിയേർഡ് ആവുമോ? അല്ല, അതാണോ ജാസ്മിന്റെ ഉള്ളിലിരിപ്പ്? എന്തൊരു ദുഷിച്ച ചിന്താഗതിയാണെന്ന് ഓർത്ത് നോക്കേ. എന്ത് സാധനമാണ് ജാസ്മിൻ ഈ പ്രോപ്പഗേറ്റ് ചെയ്യാൻ നോക്കുന്നതെന്ന് നോക്കേ. ജിൻഡോ കപ്പടിക്കില്ല, നാണമില്ലല്ലോ ഇങ്ങനെ പറയാനായിട്ട്. ആദ്യം മര്യാദയും മാനേഴ്സും ഒക്കെ പോയി പഠിച്ചേച്ചും എന്നിട്ട് വേറുള്ളവരുടെ വിയേർഡ്നെസ് അളക്ക്. ജാസ്മിൻ മൈക്കിരുന്ന് ചപ്പുന്നതും കാപ്പിക്കകത്ത് തുപ്പുന്നതും തുമ്മുന്നതും മൂക്കട്ട തിന്നുന്നതും അത് സ്പൂൺ എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടതും കാലിലെ നഖം കടിച്ച് തിന്നതും മൂക്ക് തുടച്ചിട്ട് ടിഷ്യൂ പേപ്പർ അവിടെ ഇവിടെ എറിയുന്നതും ഒക്കെ ലൈവിലിരുന്ന് കണ്ട ആളാണ് ഞാൻ. ഇതിനേക്കാൾ വലിയ വിയേർഡ്നെസ് ഒന്നും ജിൻഡോ അവിടെ കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ ജാസ്മിൻ വിയേർഡ്നെസ്സിനെ വിലയിരുത്തുന്നത് മുഖത്തിന്റെ നിറം വെച്ചിട്ടാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. ഇതുപോലുള്ള മാരണങ്ങളെ ബിഗ് ബോസിൽ നിന്നല്ല എവിടെയും ആളുകൾ അടുപ്പിക്കരുത് എന്നുള്ളത് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൂ. ജാസ്മിനെ പോലുള്ളവരെ സൂക്ഷിക്കണം എന്ന് നമ്മൾ പലതവണ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്, സൂക്ഷിക്കണം.